നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ ഇന്ന് ഇസ്ലാമാബാദിലേക്കാണ്. കാരണം പാകിസ്ഥാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ, താൽക്കാലിക വെടിനിർത്തൽ, അതിനെ തുടർന്നുള്ള ചർച്ചയാണ്. ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ വളരെ ശക്തമായ നിലപാട്, അതായത് കരാർ ഇല്ലെങ്കിലും ഹോർമുസ് തുറക്കും എന്ന ഇറാൻ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. ട്രംപ് അങ്ങനെ പല വിരട്ടലുകളും നടത്താറുണ്ട്. നമുക്കറിയാലോ, ഒരു ദിവസം രാത്രി ഇന്ന് ഇറാൻ ഒരു നാഗരികതയെ പൂർണ്ണമായും ഇല്ലാതാക്കും, ഇന്ന് രാത്രി നരകം പെയ്തിറങ്ങും എന്ന് കൊടുമ്പിരി കൊള്ളുന്ന രീതിയിൽ ഇറാനെ ഭസ്മമാക്കി കളയും, ചാരമാക്കി കളയും എന്നെല്ലാം പറഞ്ഞ് ഇറാൻ എന്ന ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നു വരെ പറഞ്ഞ ആളാണ് ട്രംപ്. പക്ഷേ ആ അന്ത്യശാസന സമയത്തിന് ഒരു 1.5 മണിക്കൂർ മുമ്പ് വെച്ച് ട്രംപ് തന്നെ പറഞ്ഞു, ഇനി വെടിനിർത്തും, അത് ഇറാൻ വന്ന് തൻ്റെ കാല് പിടിച്ചു എന്ന രീതിയിലാണ് പറഞ്ഞത്. അതുപോലെ ഇന്ന് ഈ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയിൽ ഇറാൻ ട്രംപിന് വഴങ്ങാൻ വേണ്ടി ട്രംപ് മുൻകൂട്ടി ഒരു എറിഞ്ഞതാണ് ഇതെന്നാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിലും ഹോർമുസ് താൻ തുറന്നിരിക്കും എന്നാണ് ഇപ്പം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇറാനുമായുള്ള നിർണായക ചർച്ചകളാണ് ഇന്ന് പാകിസ്ഥാൻ നടക്കാനിരിക്കുന്നത്. അതിനു മുമ്പാണ് ഈ ട്രംപിൻ്റെ ഈ പ്രതികരണം. ഇറാൻ സൈന്യം പരാജയപ്പെട്ടെന്നും ചർച്ചകളുടെ ഫലം എന്തായാലും തന്ത്രപ്രധാനമായ ഹോർമുസ് ജലപാത തുറക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കൻ സംഘത്തെ നയിക്കുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസാണ്. US സംഘത്തിന് ആശംസകൾ നേരുന്നതായി ട്രംപ് പറഞ്ഞു. വാൻസിന് വലിയൊരു ദൗത്യമാണുള്ളത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ വിലയിരുത്തും. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ ഹോർമുസ് തുറക്കാൻ പോകുകയാണ്. US അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വളരെ വേഗത്തിൽ നടപടിയെടുക്കുമെന്നും വൈകുകയാണെങ്കിൽ നിർണായകമായ തീരുമാനങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ്റെ നാവികസേനയും വ്യോമസേനയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നേതാക്കളും എല്ലാം ഇല്ലാതായെന്നും അതിനാൽ ചർച്ചകളുടെ ഫലം എന്താകുമെന്ന് കാണാമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ US ചർച്ച ഇസ്ലാമാബാദിൽ പുരോഗമിക്കുന്നു. ചർച്ചയിൽ അമേരിക്കൻ സംഘത്തെ നയിക്കുന്ന വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിൽ എത്തിക്കഴിഞ്ഞു. ട്രംപിൻ്റെ മരുമകൻ ജറീദ് കഷ്ണറും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും സംഘത്തിലുണ്ട്. 2011 ശേഷം ആദ്യമായാണ് ഒരു US വൈസ് പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. ഇറാൻ സംഘവും ഇസ്ലാമാബാദിലെത്തി. ഇറാനെ പ്രതിനിധീകരിക്കുക പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫ് ആയിരിക്കും. ഇറാൻ മുന്നോട്ട് വച്ച 10 പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച. ഇറാനെ ഇനി ആക്രമിക്കില്ലെന്ന ഉറപ്പ്, ഹോർമുസ് കടലിടുക്കിനുമേലുള്ള നിയന്ത്രണാവകാശം, പശ്ചിമേഷ്യയിൽ നിന്ന് US സേനാ പിന്മാറ്റം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ്റെ 10 പദ്ധതിയിലുള്ളത്. ഒരുപക്ഷെ ലോകത്തിന് മുമ്പിൽ ഇറാന് ഒരവസരം കൂടി ട്രംപ് നൽകിയില്ല എന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വെടിനിർത്തൽ ആകാനും ഇത് സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും അങ്ങനെയാണ്. ഇതിനു മുമ്പ് നടന്ന ആക്രമണങ്ങളിലും ചർച്ചകൾക്കിടയിലാണ് ആക്രമണം ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന രീതിയിൽ ചർച്ചയ്ക്ക് മേശയ്ക്കരികിൽ വരികയും അതിനെ തുടർന്ന് ഒരു വാശി പിടിച്ച് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അടിച്ച് തകർക്കുകയും, അപ്പോൾ പിന്നെ ചർച്ച ചെയ്തില്ല എന്ന് ലോകം കുറ്റം പറയില്ലല്ലോ. അതിനു വേണ്ടിയുള്ള പൊടിയിടാനുള്ള ചർച്ചയുമായിരിക്കാം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറാനിൽ നിന്നും മടങ്ങാനുള്ള ട്രംപിൻ്റെ ഒരു വ്യഗ്രതയായിരിക്കാം. എന്തു തന്നെയായാലും ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുള്ളത് വളരെ കനത്തത് തന്നെയാണ്. കാരണം ഏകദേശം 1 ഡസനോളം ഫൈറ്റർ ജെറ്റുകളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. പിന്നെ ചില കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മാത്രമല്ല ഈ പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ മിക്കതും ആക്രമിക്കപ്പെട്ടു. അതിൽ പലതും വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് ആക്രമണം. ചില ക്യാമ്പുകളിൽ നിന്ന് ഫ്ലൈറ്റുകളടക്കം അവർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തകരാറ് സംഭവിച്ചു. ഇതെല്ലാം വെളിയിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെറും കൈയോടെയല്ല അമേരിക്ക മടങ്ങുന്നത്. ഭീമമായ നഷ്ടം. ഈ യുദ്ധം വെറുതെ വന്ന് ചാടി യുദ്ധത്തിനിറങ്ങി ഒരിക്കലും ഇറാൻ ട്രംപിനെ അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കയെ ആക്രമിക്കാനുള്ള സാധ്യതയില്ല. അതിനുള്ള സാഹചര്യമൊന്നും ഇറാനില്ല. പക്ഷേ ഇസ്രായേൽ വിളിച്ചു ഇസ്രായേലിനെ സഹായിക്കാനെന്ന മട്ടിൽ ഇറാൻ്റെ എണ്ണശേഖരം കൊള്ളയടിക്കുന്നതിന് വേണ്ടി വന്നു. വന്നതിലൂടെ അമേരിക്കയ്ക്ക് ട്രംപ് ഉണ്ടാക്കി വെച്ചത് എത്രയോ ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ്. 12ഓളം യുദ്ധവിമാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ കോടികളുടെ ഡോളറാണ് അതിൽ തന്നെ നഷ്ടമായിരിക്കുന്നത്. പിന്നെ എത്രയോ സൈനികരുടെ ജീവൻ.
വെളിയിൽ വരുന്ന കണക്കനുസരിച്ച് 13-14 സൈനികരുടെയാണ് പറയുന്നെങ്കിൽ പോലും ഒരുപാട് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ നിരവധി സൈനികർ ആശുപത്രിയിൽ കിടക്കയിലാകുകയും ഒക്കെ ചെയ്തു പരിക്കേറ്റ ഒരു യുദ്ധമാണ്. ഇറാൻ അതിശക്തമായി തന്നെയാണ് തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് ഒരു വേള ട്രംപ് പറഞ്ഞു ഹോർമൂസിലെ ഇറാൻ ചുങ്കം പിരിക്കാം എന്ന് വരെ സമ്മതിച്ച ആളാണ് ട്രംപ്. പിന്നീട് പറഞ്ഞു ട്രംപിന് അല്ലെങ്കിൽ രണ്ടുപേർക്കും അതിൻ്റെ ഒരു വിഹിതം അമേരിക്കയ്ക്കും ഒരു വിഹിതം ഇറാന് കിട്ടുന്ന വിഹിതം കൊണ്ട് ഇറാന് ഇപ്പോൾ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പുനർനിർമ്മിക്കാനുള്ള പണം അതിലൂടെ കണ്ടെത്താം, അത് നല്ല കാര്യമാണ് എന്ന രീതിയിലാണ് ട്രംപ് സംസാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ട്രംപിൻ്റെ പ്രസ്താവന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ തീരുമാനമായാലും കരാറായില്ലെങ്കിലും ഹോർമൂസ് തുറക്കും, US അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വന്നാൽ ഇറാൻ കൈയും കെട്ടി നോക്കി നിൽക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്താണെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.